ഷാഹിദ് 136 യുദ്ധഭൂമിയെ വിറപ്പിക്കുന്ന ചീപ്പ് ആയുധങ്ങളിലെ അത്ഭുതം. നമ്മുടെ പഴയ TVS മോപ്പഡുകൾ ഓടുമ്പോൾ കേൾക്കുന്ന ആ ശബ്ദം, ആകാശത്ത് നിന്ന് കേൾക്കുമ്പോൾ അതൊരു കളിപ്പാട്ടമാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്കത് തെറ്റി. ഇതാണ് പുതിയ കാലത്തെ യുദ്ധത്തിൻ്റെ ശബ്ദം. ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് പൊട്ടിത്തെറിക്കുന്ന ഇറാൻ്റെ ഷാഹിദ് 136 എന്ന ചാവേർ ഡ്രോണുകളുടെ ശബ്ദം. ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യങ്ങളെപ്പോലും ഇത് ഭയപ്പെടുത്തുന്നത് ഇതിൻ്റെ പ്രഹരശേഷി കൊണ്ടല്ല, മറിച്ച് ഇത് പഠിപ്പിക്കുന്ന പച്ചയായ സാമ്പത്തിക ശാസ്ത്രം കൊണ്ടാണ്. വെറും 20 ലക്ഷം രൂപ വിലയുള്ള ഒരു ഡ്രോണിനെ തകർക്കാൻ ശത്രുക്കൾ ഉപയോഗിക്കുന്നത് 40 കോടി രൂപയുടെ മിസൈലുകളാണ്. ഇതാണ് ഷാഹിദ് 136ൻ്റെ മാജിക്. എന്താണ് ഷാഹിദ് 136? ഒരു സാധാരണക്കാരന് ഇതിൻ്റെ രൂപം കണ്ടാൽ ഒരു വിമാനം എന്ന് പോലും തോന്നില്ല. കാരണം 3.5 മീറ്റർ നീളവും 2.5 മീറ്റർ വീതിയുമുള്ള ഒരു ത്രികോണ രൂപം. ഇതിൻ്റെ നിർമ്മാണമാണ് ഏറ്റവും കൗതുകരം. വില കൂടിയ ടൈറ്റാനിയമോ അലുമിനിയമോ അല്ല, മറിച്ച് ബോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഫൈബർ ഗ്ലാസ് ആണ് ഇതിൻ്റെ ബോഡിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. റഡാർ കാഴ്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ഫൈബർ ഗ്ലാസ് ആയതുകൊണ്ട് റഡാർ തരംഗങ്ങളെ ഇത് പ്രതിഫലിപ്പിക്കില്ല. വേഗതയും ദൂരവും. മണിക്കൂറിൽ 185 കിലോമീറ്റർ വേഗതയിൽ ഏകദേശം 2000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ഇതിന് കഴിയും. ലളിതമായ നിയന്ത്രണം. സങ്കീർണമായ ഹൈഡ്രോളിക് സിസ്റ്റത്തിന് പകരം സാധാരണ കടകളിൽ കിട്ടുന്ന ചെറിയ സെർവോ മോട്ടോറുകൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ചിറകുകൾ നിയന്ത്രിക്കുന്നത്. ആ ശബ്ദത്തിൻ്റെ പിന്നിലെ മോപ്പഡ് എൻജിൻ. എന്തുകൊണ്ടാണ് ഇതിന് മോപ്പഡിൻ്റെ ശബ്ദം? ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 550cc 4 സിലിണ്ടർ 2 സ്ട്രോക്ക് എൻജിനാണ്. ഇതിന് ഏകദേശം 50 കുതിരശക്തിയാണുള്ളത്. സൈലൻസറുകൾ ഇല്ലാതെ വളരെ ഉയർന്ന RPMൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആ പ്രത്യേക ശബ്ദം വരുന്നത്. കൗതുകരമായ വസ്തുത, ഇതിൻ്റെ പല ഭാഗങ്ങൾ പലതും ജപ്പാനിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഒക്കെ കടത്തിക്കൊണ്ടുവരുന്ന സാധാരണ മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് ഇറാൻ എഞ്ചിനീയറിംഗ് ചെയ്ത് എടുക്കുന്നത്. ലക്ഷ്യത്തിലേക്ക് പറക്കുന്ന രീതി. ഇതൊരു പൈലറ്റ് റിമോട്ട് കൊണ്ട് നിയന്ത്രിക്കുന്ന ഡ്രോൺ അല്ല. ഫയർ ആൻഡ് ഫോർഗറ്റ് രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പറക്കുന്നതിന് മുമ്പ് തന്നെ ലക്ഷ്യസ്ഥാനത്തെ GPS ലൊക്കേഷൻ ഇതിൽ സെറ്റ് ചെയ്യും. യാത്രക്കിടയിൽ ശത്രുക്കൾ GPS ജാം ചെയ്താലും ഇതിലെ ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം വഴി ഇത് ലക്ഷ്യത്തിലേക്ക് തന്നെ പോകും. സ്വാം അറ്റാക്ക്. ശത്രുക്കളെ ഉറക്കം കെടുത്തുന്ന തന്ത്രം. ഷാഹിദ് ഡ്രോണുകൾ വിജയിക്കാനുള്ള പ്രധാന കാരണം അവയുടെ കൂട്ടമായ ആക്രമണമാണ്. ഒരേ സമയം 100 കണക്കിന് ഡ്രോണുകൾ പല ദിശകളിൽ നിന്നും ഒരേ ലക്ഷ്യസ്ഥാനത്തേക്ക് പറക്കും. ശത്രുക്കളുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ഒരു പരിധിയിൽ കൂടുതൽ ഡ്രോണുകൾ ഒരേ സമയം തകർക്കാൻ കഴിയില്ല. 32 മിസൈലുകൾ മാത്രമുള്ള ഒരു ബേസിലേക്ക് 50 ഡ്രോണുകൾ അയച്ചാൽ 18 എണ്ണം ലക്ഷ്യത്തിൽ പതിക്കുമെന്ന് ഉറപ്പാണ്. ഇതിനെ തടുക്കാൻ വഴിയുണ്ടോ? കോടിക്കണക്കിന് രൂപയുടെ മിസൈലുകൾ പാഴാക്കുന്നത് ഒഴിവാക്കാൻ രാജ്യങ്ങൾ ഇപ്പോൾ പുതിയ വഴികൾ കണ്ടെത്തുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ഉക്രൈൻ്റെ സ്റ്റിംഗ് ഡ്രോണുകളാണ്. ഇത് വെറും 2 ലക്ഷം രൂപ മാത്രം വിലയുള്ള ഈ ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ച് 20 ലക്ഷത്തിൻ്റെ ഷാഹിദിനെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ഉക്രൈന് കഴിയുന്നുണ്ട്. ഷാഹിദ് 136 വെറും ഒരു ഡ്രോൺ മാത്രമല്ല, അത് ലോകത്തിന് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. കോടിക്കണക്കിന് രൂപ വിലയുള്ള യുദ്ധവിമാനങ്ങൾക്കും മിസൈലുകൾക്കും പകരം ഇത്തരം ചെറിയ ചാവേർ ഡ്രോണുകളായിരിക്കും ഇനി യുദ്ധങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. കുറഞ്ഞ ചിലവിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിയുന്ന ഈ ഇറാനിയൻ ടെക്നോളജി യുദ്ധഭൂമിയിലെ നിയമങ്ങളെ തന്നെ മാറ്റി എഴുതിയിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.